Astro Guru, where the wisdom of the cosmos lights your path. ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ ജൂലൈ മാസത്തിലെ പൊതുവായിട്ടുള്ള ഫലം ഒന്ന് നോക്കാം. ജൂലൈ മാസം നിങ്ങൾക്ക് ഓരോ രാശിക്കാർക്കോ അല്ലെങ്കിൽ ഓരോ നാളുകാർക്കും എങ്ങനെയാണെന്നുള്ളത് കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പം അതിനു മുമ്പ് ആമുഖമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ പല പാപഗ്രഹങ്ങളെ കൺസിഡർ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ചൊവ്വയുടെ ഒക്കെ കാരണം പറഞ്ഞാൽ പല കേസിലായിട്ടുള്ള മൾട്ടിപ്പിൾ ആക്സിഡന്റ് ഒക്കെ കൊണ്ടുത്തരുന്ന ഗ്രഹമാണ്. പക്ഷെ എന്ന് വെച്ചാൽ അത് എപ്പോഴാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസിഷൻ പീരീഡ് വരുമ്പോഴാണ്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ മേളിൽ കൂടെ ചൊവ്വ പാസ് ചെയ്യുന്നത്. പക്ഷെ എന്നൊരു ഒന്ന് മനസ്സിലാക്കേണ്ടത്, എല്ലാവർക്കും ഈ ഇങ്ങനെ വരണമെന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ചൊവ്വായും ജൂപ്പിറ്ററും, അതായത് നമ്മുടെ ബർത്ത് ചാർട്ടിലെ വ്യാഴവും ചൊവ്വായും കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരെ, അല്ലെ കേതു ചൊവ്വ ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് മാത്രം ചൊവ്വയുടെ മേളിൽ അല്ലെന്ന് വരിയില് കേതുവിന്റെ മേളില് കേതു പാസ് ചെയ്യുന്ന സമയത്തോ ആക്സിഡന്റ് പറ്റാം. അപ്പം നമ്മൾ നോർമൽ ഒരു കേസിൽ ഞാനത് പറഞ്ഞാൽ പോലും ഇങ്ങനെ ആക്സിഡന്റ് പറ്റാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അപ്പൊ ആ ഒരു രീതി പ്രഡിക്ഷൻ പറയുന്നത് തെറ്റാണ്. കാരണം ബർത്ത് ചാർട്ടിലെ അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ്. കാരണം ഇത് വേദിക് അസ്ട്രോളജിയിലാണ് ആ ഒരു രീതി പറയുന്നത്. പക്ഷെ അതിന്റെ ആയിട്ടുള്ള ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട് വേദിക് അസ്ട്രോളജിയിൽ. അഡ്വാൻസ് പല സയൻസിലുള്ള പ്രഡിക്ഷൻ വരുമ്പോഴത്തേന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി, ഇതിനുപരിയായിട്ട് ഇന്റേണൽ ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ രീതിയിലുള്ള പ്രഡിക്ഷന് പല രീതിയിലും തെറ്റാണ്. ഈവൻ ഇതിന്റെ ചില കേസിലൊക്കെ ഇപ്പൊ ചൈൽഡ് ബർത്തിന്റെ ഒക്കെ തന്നെ വരുമ്പോൾ 5th വയസ്സിൽ വേദിക് അസ്ട്രോളജി പറയുന്നുണ്ട്, 5th ഹൗസിൽ രാഹു വന്നു കഴിഞ്ഞാൽ IVF. അതിൽ IVF ഒന്നും ഇല്ല. അത് കുട്ടികളുടെ ഡിലേ ആകും, എടുക്കും, അതിന് വേറെ ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട്. അതിന്റെ ആയിട്ടുള്ള അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ചൈൽഡ് ബർത്തിന്റെ പല വീഡിയോ ചെയ്തിട്ടുണ്ട്. കുട്ടികളുണ്ടാകാനുള്ള ഡിലേ, അല്ലെന്നൊരു അബോർഷൻ ഉണ്ടാകുന്നത്, എങ്ങനെ അഡോപ്ഷൻ, കുട്ടികളെ ദത്തെടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം എപ്പോൾ ഉണ്ടാകുന്നു, അല്ലെന്നൊരു ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല വീഡിയോ ചെയ്തിട്ടുണ്ട്. അതല്ല മിസ്കാരേജ്, മൾട്ടിപ്പിൾ മിസ്കാരേജ് ഉണ്ടാക്കാനും അല്ലെന്നൊരു സിസേറിയൻ ഒക്കെ നടത്താനൊക്കെ ഉള്ള സാധ്യത, പോസിബിലിറ്റി, അങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വീഡിയോ അഡ്വാൻസ് ലെവലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇറാന്റെ ബർത്ത് ചാർട്ട് നിങ്ങളൊന്ന് നോക്കുക. കാരണം ഇറാന്റെ ബർത്ത് ചാർട്ടിലൊക്കെ കറക്റ്റ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യുദ്ധവാറുമായിട്ട് വന്നപ്പം ഇവിടെ അമേരിക്ക തോറ്റുപോകുന്നു, ഇറാൻ മേൽക്കൈ നേടുമെന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അവിടെ ആറ്റോമിക് പ്രസൻസ് ഉണ്ടാകുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ ഒരു സ്പെഷ്യൽ പ്രഡിക്ഷനാണ്. ഞാൻ ആ വീഡിയോയിൽ പോലും പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്ത് പോലും ഈ ഒരു രീതിയിലുള്ള ഡീറ്റെയിൽ ആയിട്ട് പ്രഡിക്ഷൻ ഒരാളും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംശയമാണെന്ന് പറഞ്ഞിട്ടാണ് വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ പറഞ്ഞ രീതിയിലാണ് മിക്കവാറും 99% കാര്യങ്ങൾ നടന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ ആരുടെ താല്പര്യം ഉണ്ടെന്ന രീതിയിൽ അതൊന്ന് പോയി കാണുക. പിന്നെ നമ്മൾ ഈ രാഹു കേതുക്കളെ ആണേലും ഈ കൺസിഡർ ചെയ്യുന്നില്ല ഇവിടെ. കാരണം നോർമലി രാഹു കേതുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ പല കേസിലൊന്നും നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ടുത്തരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒരു ആമുഖമായിട്ട് നമ്മൾ പറയുമായിരുന്നു. അപ്പം ബാക്കിയുള്ള നല്ല ഗ്രഹങ്ങളെ നിങ്ങളുടെ ട്രാൻസിഷനിൽ നിങ്ങൾക്ക് ബെനിഫിഷ്യറി ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതകൾ നോക്കിയിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ശുക്രന്റെ ട്രാൻസിഷന്, അതുപോലെ വ്യാഴത്തിന്റെ ട്രാൻസിഷന്, ശനിയുടെ ട്രാൻസിഷന്, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോ രാശിക്കാരുടെ അനുസരിച്ചൊന്ന് നോക്കാം. അപ്പൊ ഇതിനകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള റെമഡി പല വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെന്നൊരു വേറെ ശുക്രന്റെ വീഡിയോ ഉണ്ട്, വ്യാഴത്തിന്റെ വീഡിയോ ഉണ്ട്. അപ്പൊ വ്യാഴത്തിന്റെ വീഡിയോയ്ക്കകത്ത് വ്യാഴത്തിന്റെ റെമഡി പറഞ്ഞിട്ടുണ്ട്, ശനിയുടെ വീഡിയോയ്ക്കകത്ത് ശനിയുടെ റെമഡി പറഞ്ഞിട്ടുണ്ട്, ശുക്രന്റെ വീഡിയോയ്ക്കകത്ത് ശുക്രന്റെ റെമഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വീഡിയോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെമഡി പാർട്ടിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. കാരണം ഈ വീഡിയോ ലോങ് ആയി പോകാതിരിക്കാനൊക്കെ ചില കാര്യങ്ങൾ പലർക്കും കംപ്ലൈന്റ് ഉണ്ട്, വീഡിയോ ലോങ് ആകുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ വളരെ കുറച്ച് അത്യാവശ്യം നിങ്ങൾക്കുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പം ഈ സബ്ജക്ട് ഇഷ്ടമായെന്നവരിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഹൈപ്പ് ഓപ്ഷൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കതൊരു എൻകറേജ്മെന്റ് ആണ്. ലൈക്ക് ചെയ്യുമ്പോൾ
ഹൈപ്പ് എന്ന് വരും. ആ ഹൈപ്പ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു എൻകറേജ്മെന്റ് ആണ്. അതേപോലെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും കൺസൾട്ടേഷൻ ആവശ്യമുള്ളവരെ അല്ലെന്നൊരില് വാട്സപ്പ് അയക്കാവുന്നതാണ്. അതല്ലെന്നൊരില് ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരെ ഗൃഹനാടി, നക്ഷത്രനാടി, വേദിക് അസ്ട്രോളജി, ചന്ദ്രകല നാടി, മൊബൈൽ ന്യൂമറോളജി, നെയിം ന്യൂമറോളജി, ബ്രാൻഡ് അലൈൻമെന്റ്, നെയിം അലൈൻമെന്റ്, മെഡിക്കൽ അസ്ട്രോളജി, KP അസ്ട്രോളജി, മിസ്റ്റിക്കൽ ട്രയാങ്കിള്, പഞ്ചപക്ഷി ശാസ്ത്രം, ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് പഠിക്കാനോ കാര്യങ്ങളോ ഉള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. സജിറ്റാരിയസ്, ധനുരാശിയെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ നക്ഷത്രാധിപൻ എന്നുള്ള വ്യാഴമാണ്. ഇവിടുത്തെ നാളുകൾ നോക്കിക്കഴിഞ്ഞാൽ മൂലം, പൂരാടം, ഉത്രാടം. അപ്പൊ ഉത്രാടത്തിന്റെ ആദ്യത്തെ ഒരു പാദം മാത്രം വരും, ബാക്കി മൂലം പൂരാടത്തിന്റെ 4 പാദങ്ങളും വരും. അപ്പൊ ഇതിനകത്ത് നാളുകൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ഇതിനകത്ത് മൂലത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂലത്തെ കൺട്രോൾ ചെയ്യുന്ന കേതുവാണ്, ചൊവ്വകർമ്മയിൽപ്പെട്ടാണ്. പൂരാടത്തെ കൺട്രോൾ ചെയ്യുന്നത് ശുക്രനാണ്, ബുധകർമ്മയാണ്. അതുപോലെ ഉത്രാടത്തെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യനാണ് കൺട്രോൾ ചെയ്യുന്നത്, ഗുരുകർമ്മയാണ്. അപ്പൊ കർമ്മകാര്യങ്ങളൊന്നും നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഈ ഒരു രാശിക്കാരെ നോക്കിക്കഴിഞ്ഞാൽ വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വീട് വെക്കാന്, വീട് മൂടി പിടിപ്പിക്കാന്, അല്ലെ വണ്ടി വാങ്ങിക്കാന്, വണ്ടി മൂടി പിടിപ്പിക്കാനൊക്കെ ഉള്ളൊരു വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ. അതുപോലെ ഒരു അഗ്രികൾച്ചർ ഇൻകം ഉണ്ടാകാന്, തൊഴിലിടങ്ങളിൽ നല്ല വീട്ടിലൊക്കെ നല്ല സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങൾ. ഫോറിൻ ട്രാവൽ ചെയ്യാൻ, പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ജോലി നോക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ വീട്ടിലൊക്കെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒത്തിരി ചെലവുകളൊക്കെ ഉണ്ടായിരുന്നത് ഒരു കൺട്രോൾ വരെ ആകാനുള്ള ഒരു സാഹചര്യങ്ങൾ. അതുപോലെ തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറാനും പുതിയ ജോലി കിട്ടാനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അലട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ട് പുതിയ ജോബ് കിട്ടാന്, അതുപോലെ തൊഴിലിടങ്ങളിലൊക്കെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ അനുമോദനങ്ങൾ കിട്ടാനും നല്ല അംഗീകാരങ്ങൾ കിട്ടാനൊക്കെ ഉള്ളൊരു സാഹചര്യമാണ് ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയാനുള്ളത്. അതുപോലെ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ട്രാവൽ ചെയ്യാനും, ഫോറിൻ ട്രാവൽ ചെയ്യാൻ എന്തെങ്കിലും, അതുപോലെ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സാം ഒക്കെ എഴുതുന്ന നീറ്റ്, IELTS അങ്ങനെയൊക്കെ എക്സാം എഴുതിയിരുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, നല്ല മാർക്ക് സ്കോർ ചെയ്യാനും, അല്ലെന്നൊരു IIM, IIT അങ്ങനെയൊക്കെ ഉള്ളിടത്തുനിന്ന് അഡ്മിഷൻ വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരാന്, നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യങ്ങൾ, എന്തും തുറന്നു പറയാനൊക്കെ ഉള്ള നല്ല അംബീഷ്യസ് ആയിരിക്കാന്, അതുപോലെ ഒരിക്കലും ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന, വളരെ കാലമായിട്ട് മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പ്രണയബന്ധങ്ങളെ തുറന്നു പറയാനും അത് സാക്ഷാത്കരിക്കാനുമുള്ള സാഹചര്യങ്ങൾ, നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകാൻ, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറഞ്ഞാൽ. അതുപോലെ സഹോദരങ്ങളെയൊക്കെ കണ്ടുമുട്ടാനും, അല്ലെങ്കിൽ ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടാനും, നല്ല നർമ്മ സല്ലാപങ്ങൾ നടത്താനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. വീടൊക്കെ പാർട്ടീഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഈ 4-ാം തീയതി കഴിഞ്ഞിട്ട് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വീട് മൂടി പിടിപ്പിക്കാന്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. ഊഹക്കച്ചവടത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ, അപ്രതീക്ഷിതമായിട്ടുള്ള ട്രേഡിംഗ് മേഖലയിൽ നിന്ന്, പ്രത്യേകിച്ച് ഫോറക്സ്, ക്രിപ്റ്റോ അങ്ങനെയൊക്കെ ഉള്ളതിനോ അല്ലെന്നൊരു മ്യൂച്വൽ ഫണ്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ഇൻകം അപ്രതീക്ഷിതമായിട്ട് ലഭിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. അങ്ങനെ പൊതുവെ മോശമല്ലാത്ത ഒരു ഫലമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ.